ആശാവർക്കർമാരുടെ നിരാഹാരത്തിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരവുമായി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് സമരം. നിരാഹാര സമരത്തിനിടെ കുഴഞ്ഞു വീണ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിജ്ഞാപനമിറങ്ങി 2024 പരീക്ഷ പൂർത്തിയാക്കിയ വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് 2 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരമിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഉയർന്ന കട്ട് ഓഫും ശാരീരികക്ഷമത പരീക്ഷയും പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ചവർക്കാണ് ജോലി ലഭിക്കാത്തത്. 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ മാസം 19-നാണ് അവസാനിക്കുന്നത്. ഞങ്ങൾ ഇത്രയും നാളെ സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിച്ച് സർക്കാരിനൊപ്പം സർക്കാർ എവിടെ എന്ത് പ്രോഗ്രാം നടത്തിയാലും നമ്മുടെ പ്രതിനിധികൾ അവിടെ പോയി കാണും. അപ്പം നിങ്ങൾക്ക് മാന്യമായ നിയമനം നൽകുക, അവസരങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരുന്നതാണ്. കാരണം നമ്മുടെ ലിസ്റ്റ് വന്ന ഒരു 6 മാസമായപ്പോൾ CM ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേനയിലെ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്തുമെന്ന്. നമ്മുടെ ലിസ്റ്റിന്റെ ഫുൾ എടുത്താൽ പോലും 15 പോലും ആകത്തില്ല. വെറും 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളൂ. അവകാശപ്പെട്ട നിയമനം മാത്രമാണ് ചോദിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ. ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ പോലീസിന്റെ WCPയുടെ ലിസ്റ്റിൽ നിന്ന് 750-ന് മുകളിൽ ആൾക്കാരെ എല്ലാ വർഷവും എടുത്തോണ്ടിരുന്നത്. ഈ ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്ന 232 ഫ്രഷ് വേക്കൻസീസ് മാത്രമാണ്. അത് പോരാ, ഞങ്ങളുടെ ലിസ്റ്റിൽ 30% താഴെ മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം ഇന്ന് 2ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് സേനയിലെ ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വനിതാ പോലീസിന്റെ അടക്കം അംഗബലം കൂട്ടണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 8 മാസം പിന്നിട്ടും അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നില്ലെന്നാണ് ഉയരുന്ന പരാതി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.